ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹണി ആൽമണ്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഹണി ആൽമണ്ട് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്പഞ്ച് എന്ന് പറയുന്നത് വാനില സ്പഞ്ചാണ്. സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന നോർമൽ ഷുഗർ സിറപ്പ് ആണെങ്കിലും അതിലേക്ക് കുറച്ച് ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്യുകയാണെങ്കിൽ കേക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ കേക്ക് ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഹണി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ക്രീം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം തേച്ച് എല്ലാ ഭാഗത്തും ക്ലീൻ ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹണി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കൂടിയാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹണി ഒഴിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാമും കൂടി ആ ലെയറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹാഫ് ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. റൗണ്ടിൽ തന്നെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മേളിലാക്കി വെക്കാം. പക്ഷേ കുറച്ചും കൂടി ഈസിയുള്ള മെത്തേഡ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലെയറിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഫൈനൽ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രം കോട്ട് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ലൈറ്റ് ഷെയ്ഡിലുള്ള ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്യാമറ ഓഫായത് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് വീഡിയോ കാണാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന തീം ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. പിന്നെ ഒരു ഹണി ബീ തീമും കൂടിയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബീസിനെയൊക്കെ നമ്മളിത് ഇവിടെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് സ്റ്റഡിയാക്കി നല്ലോണം സ്റ്റിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചിറകിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വേഫർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ബീസിൻ്റെ മുകളിലിരിക്കും. പിന്നെ നമ്മുടെ ബബിൾ ഷീറ്റ് റാപ്പറിൽ യെല്ലോ കളർ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് ഇതേപോലെ ഡെക്കറേഷൻസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഡെക്കറേഷൻസ് എല്ലാം ഇനി കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹണി ബീസിനെ നമ്മൾ ചെറിയ ടൂത്ത് പിക്കിലാക്കി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇളക്കം തട്ടാതെ നല്ല രീതിയിൽ തന്നെ കേക്കിൽ ഇരുന്നോളും. പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടി, അതും ഫോണ്ടൻറ്റിൽ സൺഫ്ലവർ കട്ടർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡെക്കറേഷൻസാണ് കേട്ടോ. പിന്നെ കുട്ടിയുടെ പേരും എല്ലാം നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ബീസിനെയും കൂടി നമ്മൾ കേക്കിൻ്റെ പല പല ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി ആഗ്രഹിച്ചിരുന്നൊരു കേക്കായിരുന്നു ഈ ഒരു തീമിൽ കേക്ക് ചെയ്യാന്നുള്ളത്. അതിന്ന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ പേര് എറിക് എന്നാണ് കേട്ടോ. നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ പ്ലങ്ങർ കട്ടർ വെച്ചിട്ടാണ് ഈ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ കേക്ക് ഡെലിവറി ചെയ്തത്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,